സഹയാത്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വിമാനയാത്ര ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമാണല്ലോ. ഉയർന്ന യാത്രാക്കൂലി മൂലം അത് പലപ്പോഴും സാധിക്കാറില്ല. എന്നാൽ ഇന്ന് നമുക്ക് കുറഞ്ഞ ചിലവിൽ ഒരു വിമാനയാത്ര അത് എങ്ങനെ സാധ്യമാകും എന്ന് നോക്കാം. അതിന് നമുക്ക് എങ്ങനെ ടിക്കറ്റ് ലഭ്യമാകും എന്നും നോക്കാം. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി ഫ്ലിപ്കാർട്ട്, ആമസോൺ, മേക്ക് മൈ ട്രിപ്പ്, അഗോഡ തുടങ്ങി നിരവധി ആപ്പുകൾ ലഭ്യമാണ്. ഞാനിവിടെ ഫ്ലിപ്കാർട്ടിലൂടെയാണ് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. അതിനായി ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യുക. വിമാനത്തിൻ്റെ ചിത്രം കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കും. നമുക്ക് ഏത് എയർപോർട്ടിൽ നിന്നാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനായി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് അടിച്ചു കൊടുക്കുക. കോഡ് COK. ഇപ്പോൾ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് സേലം എയർപോർട്ടിലേക്കാണ്. കൊച്ചി എയർപോർട്ട് സെലക്ട് ചെയ്ത ശേഷം സേലം എയർപോർട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഇതിൽ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അതിനായി ഡേറ്റ് സെലക്ട് ചെയ്യാം. ഏതൊക്കെ ദിവസങ്ങളിലാണ് കുറഞ്ഞ ചാർജ് എന്ന് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 25 വരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധ്യമാണ്. സെപ്റ്റംബർ 25 അല്ലെങ്കിൽ ഒക്ടോബർ 5 നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഒക്ടോബർ 5 സെലക്ട് ചെയ്തിരിക്കുന്നു. അടുത്തതായി ഫ്ലൈറ്റ് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭ്യമാണ്. അലയൻസ് എയർലൈൻസിൻ്റെ 3:15 സ്റ്റാർട്ട് ചെയ്യുന്ന വിമാനമാണ് ഈ നിരക്കിൽ യാത്ര ചെയ്യാൻ ലഭ്യമാവുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഇവിടെ നമുക്ക് കൂപ്പൺ ആഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതിനായി നിരവധി സംവിധാനങ്ങളുണ്ട്. അതിൽ ഒന്ന് അപ്ലൈ കൂപ്പൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഫ്ലൈ FK അടിച്ചാൽ 400 രൂപ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ലഭ്യമാവും. ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് കേവലം 690 രൂപ എന്ന് കാണാം. ഇനി ഇതിലും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാണോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു ഫ്ലിപ്കാർട്ട് കസ്റ്റമറാണെങ്കിൽ അതിൽ സൂപ്പർ കോയിൻ ഓപ്ഷനുകളുണ്ടാവും. നിങ്ങൾക്ക് ആ സൂപ്പർ കോയിനുകൾ ഉപയോഗിച്ച് വീണ്ടും ഡിസ്കൗണ്ടുകൾ നേടാനാവും. ഇതിൽ നിന്നും ടിക്കറ്റ് ഒന്നിന് 53 രൂപ കുറവ് ലഭിക്കും. കൂടാതെ കൂപ്പൺ അപ്ലൈ ചെയ്യുന്നതിലൂടെ ഫ്ലാറ്റ് 400 രൂപയും കുറവുണ്ടാവും. അങ്ങനെ ടിക്കറ്റ് ഒന്നിന് 637 രൂപ എന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് ടിക്കറ്റ് ലഭ്യമാകും. മറ്റു ചില കൂപ്പണുകൾ കൂടി പരിശോധിക്കാം. ഇതിൽ 73 രൂപയാണ് കുറവ് ലഭിച്ചിരിക്കുന്നത്. 0 ഫീ എന്ന മറ്റൊരു കൂപ്പൺ കൂടി നമുക്ക് ലഭ്യമാണ്. അതിൽ 349 രൂപ കുറവും UPI വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 140 രൂപ വരെ കുറവും ലഭിക്കും. എന്നിരുന്നാലും നമ്മൾ ഫ്ലൈ FK തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഈ കൂപ്പൺ വഴി നമുക്ക് 400 രൂപയാണ് കുറവ് ലഭിക്കുന്നത്. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്താൽ അടുത്ത ഇൻ്റർഫേസിലേക്ക് കണക്ട് ചെയ്യും. അതിൽ യാത്രക്കാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും കണ്ടിന്യൂ അടിക്കുക. പേയ്മെൻറ്റ് ഓപ്ഷൻ പൂർത്തിയാക്കുക. ഇതാണ് ടിക്കറ്റ് ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. അടുത്തതായി സേലത്തു നിന്നും ആലുവയിലേക്കുള്ള AC ട്രെയിൻ ടിക്കറ്റ് എത്ര രൂപയാണെന്ന് നോക്കാം. അതിനായി കൺഫേം ടിക്കറ്റ് എന്ന ആപ്പാണ് ഉപയോഗിക്കുന്നത്. യാത്ര തുടങ്ങേണ്ട സ്ഥലത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേലമാണെങ്കിൽ സേലത്തിൻ്റെ കോഡ് അവിടെ എൻ്റർ ചെയ്യുക. യാത്ര അവസാനിപ്പിക്കുന്ന സ്ഥലം ആലുവ, അതും എൻ്റർ ചെയ്യുക. അതിനുശേഷം ട്രെയിൻ സെർച്ച് ചെയ്യുക.
ടിക്കറ്റ് ലഭ്യമാകുന്ന ട്രെയിനുകളുടെ വിവരങ്ങൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. തേർഡ് AC ടിക്കറ്റിന് 660 രൂപയാണ് ചാർജ് വരുന്നത്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ അപേക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.